കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പോകുന്നത് ഇതാ ഒരു അടിപൊളി പാർക്കിലേക്കാണ്. അതായത് കുമളിയിൽ അട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന റോസ് പാർക്കിലേക്കാണ്. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. കൂടെ പോരുക. ഇതെന്താ ഇതേതാ ചോദിച്ചോ പാർക്ക്? ഇത് റോസ് പാർക്ക്. ഇപ്പം കേരളത്തിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഇത് റോസ് പാർക്കാണ്. റോസ് പാർക്ക് എന്ന് പറയും, തേക്കടി റോസ് പാർക്ക്. കേരളത്തിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു മേൽക്കൂര ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു വലിയൊരു ചിലന്തിയെ നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലേക്കായിട്ട് പലതരം റോസകൾ. ഇതാണ് നമ്മുടെ സോനു അല്ലേ? സോനു എന്തൊരു വിശേഷം? സോനുന്റെ വീട് എവിടെയാടൂ? കുമ്പളിയിൽ. എന്നെ കണ്ടോണ്ടാ? ഇനി എങ്ങോട്ടാ? വാ റോസ്. ചോദിച്ചേ, ഞങ്ങളങ്ങനെ അടുത്ത റൈഡിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ജോയിറ്റപ്പം അവിടുത്തെ ഒരു ഫാൻ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ മൊത്തം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. വെറുതെ പറയുന്നതാണ്, കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ഇങ്ങനെ അവൻ്റെ പുറകെ പോവാണ്. അടുത്തത് എന്താണ് സംഭവം ഒന്നും നമുക്കറിയില്ല. ഞാൻ പണ്ടൊന്ന് ഇവിടെ ഒന്ന് കയറിയതാണ്. അപ്പം അതിനെക്കാട്ടിലും ഉപരി ഒരുപാട് റൈഡുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്തായാലും കുറേ നാളുകൾക്ക് മുമ്പ്, ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്ന് ആദ്യമായിട്ട് വീണ്ടും മക്കളോടൊപ്പം ജോബിറ്റിനോടൊപ്പം ഇവിടെ വന്നിരിക്കുവാണ് കയറാൻ. അപ്പം നമുക്ക് മുമ്പിൽ കാണാം ബോട്ടുണ്ട് കേട്ടോ. സൈക്കിള് പോലെ തുഴഞ്ഞു പോകുന്ന ബോട്ടാണ്. അങ്ങനെ അതിലോട്ട് കയറാൻ വേണ്ടി മക്കളൊക്കെ ഇറങ്ങുകയാണ്. വൺ സൈഡിൽ കൂടി അവർ ഇറങ്ങുന്നു. ജോബിറ്റും പയ്യെ കാഴ്ചകളൊക്കെ കണ്ട് വർത്തമാനമെല്ലാം പറഞ്ഞ് പയ്യെ ജോബിറ്റും താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം ഇതിൻ്റെ അകത്ത് കയറണം എന്ന്. അപ്പോൾ നമ്മൾ ജോബിറ്റ് ആരാ മോൻ, അവനപ്പോൾ തന്നെ ചെന്ന് ഈ റൈഡിന് വേണ്ടത് എത്രയൊക്കെ പേയ്മെൻറ്റുകളാണ് അതെല്ലാം അടച്ച് ജോബിറ്റ് ഇതാ വലിയൊരു കൂപ്പണുമായിട്ട് തിരികെ വന്നിരിക്കുവാണ്. ബാബാ അപ്പം നമുക്ക് ഈ വഴിയിൽ കൂടിയാണ് നീന്തി പോകാനുള്ളത്. ജോബിറ്റ് അതിനുള്ള റെസിപ്റ്റൊക്കെ ആയിട്ട് വരാൻ വേണ്ടി ഇമ്മാനുവലും റോസുമോളും കാത്തിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇതുണ്ടോ, ഈ വഴിയിൽ കൂടി ഇരിക്കുന്ന ഒരു 1 കിലോമീറ്ററോളം ഉണ്ട്. അങ്ങനെ ജോബിറ്റ് പോയി പാസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആദ്യത റോസുമോള് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അതിൻ്റെ പുറകിലായിട്ട് ഇമ്മാനുവലും ഇതാ മൂന്നാമത് ജോബിറ്റും കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഗിയർ ഇമ്മാനുവലിൻ്റെ കയ്യിലും ചവിട്ടുന്ന 2 പെഡലും റോസുവിൻ്റെയും ജോബിറ്റിൻ്റെയും കയ്യിലാണ്. അങ്ങനെ വരെ പയ്യെ വണ്ടി തുഴഞ്ഞ് മുന്നോട്ട് പോകുവാനായി തുടങ്ങി. അപ്പോൾ ഞാൻ പലതരത്തിൽ ഫോഴ്സിലൂടെ അവരുടെ വീഡിയോകൾ നമ്മുടെ ക്യാമറയിൽ പകർത്തുവാനുള്ള ഒരു വലിയ തന്ത്രപ്പാടിലാണ്. എനിക്ക് തോന്നുന്നത് ഈ ബോട്ട് ചവിട്ടുന്നതിനെക്കാട്ടിലും പാടാൻ തോന്നുന്നു നമ്മൾ ഓരോ വീഡിയോ പല ഫോഴ്സുകളിലായിട്ട് നമുക്ക് ക്യാമറയിൽ പകർത്തുക എന്നുള്ളത്. അപ്പം ഇമ്മാനുവലും റോസുവും ജോബറ്റും ഇതാ ബോട്ട്
ചവിട്ടി തുഴഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാനപ്പം ഇങ്ങനെ പലതരത്തിൽ നിന്നുകൊണ്ട് ബോട്ടിൻ്റെ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ സ്പീഡിൽ ചവിട്ടി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രസമുണ്ട്. ബോട്ട് അതിമനോഹരമായി വെള്ളത്തിൽ കൂടി നീന്തി വരികയാണ്. പണ്ട് ഞാൻ ഈ പാർക്കിൽ വന്ന് നോക്കുമ്പോഴൊന്നും ഇത്രമാത്രം സജ്ജീകരണങ്ങളൊന്നും ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. അത് ഇപ്പോഴാണ് ഇത്രമാത്രം സജ്ജീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തൊട്ട് ഇതാ നമ്മുടെ ഫ്രണ്ടിൽ കാണാം ഒരു പാലമുണ്ട്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കടന്നു പോകുവാൻ വേണ്ടിയുള്ളത്. അങ്ങനെ അത് കവർ ചെയ്ത് ബോട്ട് പയ്യെ മുമ്പിലേക്ക് തുഴഞ്ഞു വരികയാണ്. അങ്ങനെ ബോട്ട് പയ്യെ നീന്തുകയാണ്. ബോട്ടിൻ്റെ 2 സൈഡിൽ ടയറുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും ഭിത്തികളിലൊക്കെ പിടിച്ചാൽ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഫോട്ടോസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജോവിറ്റും ജിവിനായും ജോവിറ്റും ഇമ്മാനുവലും റോസുമോളും ചവിട്ടി തകർത്തുകൊണ്ട് പോരുകയാണ്. അപ്പം ഞാൻ ഇവരുടെ മുമ്പേയൊക്കെ ഓടിയൊക്കെ നിന്നാണ് ഈ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ഒരു കമൻ്റൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഷൂട്ടിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അനിയനും മക്കളും അങ്ങനെ ബോട്ട് ചവിട്ടി അങ്ങ് വിട്ടുകൊണ്ടിരിക്കുക. നല്ല തെളിഞ്ഞ വെള്ളം കാണുവാനൊക്കെ ആയിട്ട് അതിമനോഹരമാണ്. അങ്ങനെ നമ്മുടെ വണ്ടി മുന്നോട്ടങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ കട്ട് ചെയ്യാനൊന്നുമില്ല, കാരണം എല്ലാം അതിമനോഹരം തന്നെയാണ്. അപ്പോഴാണ് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ഇല്ലിയൊക്കെ നിൽക്കുന്നത് കണ്ടത്. അപ്പം അതിലൂടെ ഞാൻ ഷൂട്ട് ചെയ്തു. ഏകദേശം നമ്മുടെ മാന്ത്രികം സിനിമയിലെ ലാസ്റ്റത്തെ സീൻ പോലെയുണ്ട് ഇത് കാണുവാൻ. അങ്ങനെ തുടങ്ങിയെടുത്ത് തന്നെ നമ്മുടെ ബോട്ട് ഇതാ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നിർത്തിയെടുത്ത് തന്നെ ഈ ബോട്ട് കൊണ്ട് നിർത്തിയിട്ട് വേണം നമുക്ക് അടുത്ത റൈഡിലോട്ട് കയറാൻ വേണ്ടി. അപ്പം ആരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാണണം. ഇനി ഡേഞ്ചറൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള വീഡിയോകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് സ്വസ്ഥാനത്ത് ഏൽപ്പിച്ചിട്ട് നമുക്ക് അടുത്ത റൈഡിലോട്ട് കടക്കാം അല്ലേ? അപ്പോൾ നിങ്ങളും കൂടെ പോരുമല്ലേ? അങ്ങനെ ബോട്ടിട്ടിട്ട് നമ്മൾ നേരെ മുമ്പിലോട്ട് പോവാണ്. അപ്പം ജോവിറ്റും ഇമ്മനും റോസും എന്താണ്ടൊക്കെ ഇരുന്ന് ഭയങ്കര സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. അങ്ങനെ അവർ ചിരിച്ച് സന്തോഷിക്കട്ടെ അല്ലേ? അതല്ലേ നമ്മുടെ സന്തോഷം. ഇവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ അവരുടെ സന്തോഷങ്ങളൊക്കെ കണ്ട് ഞാൻ പയ്യെ മുന്നോട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതാ ഒരു പടുകുറ്റൻ ആമ അവിടെ ഇരിക്കുന്നത് കണ്ടു. റോസുമോൾ ഇതാ ആമയുടെ പുറത്തുകൂടി ഇതാ കയറി വരികയാണ്. അതിൻ്റെ പുറകെ ഇമ്മാനുവൽ കയറാനായി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതാ അവൾ വലിച്ചു കയറ്റി. റോസമ്മയും ഇമ്മാനുവലും ആമയുടെ തലഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവരതിൻ്റെ പുറത്തെല്ലാം കയറി ഇങ്ങനെ ആസ്വദിച്ച് താഴോട്ട് പോരുകയാണ്. അപ്പം തൊട്ടടുത്തൊരു വലിയ സൈക്കിൾ കേട്ടോ. ബാക്ക് സൈഡിൽ വലിയ വീലും ഫ്രണ്ടിൽ
ഒരു ചെറിയ വീലുമായ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്. അപ്പം അതിന്റെ പുറത്ത് ഇതാ റോസോമോളും റോസോ ഇമ്മാനു ജോബിറ്റും ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ തൊട്ട് ഫ്രണ്ടിൽ ഇതാ ഒരു കയറ് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എങ്ങനെ മുകളിലോട്ട് കയറാം എന്നുള്ള തന്ത്രപ്പാടിലാണ്. അപ്പോൾ ആദ്യം റോസോ ഒന്ന് കയറി, അതിന് ശേഷം ഇമ്മാനുവലും കയറുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നടക്കുന്നില്ല. ഇമ്മാനുവൽ പകരം ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജോബിറ്റ് പയ്യെ അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറുകയാണ്. എനിക്ക് തോന്നിയിട്ട് ഇത് കണ്ടിട്ട് ജോബിറ്റ് നേരെ പണ്ട് കയറി നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ ജോബിറ്റ് വലിഞ്ഞ് കയറിയിട്ടുണ്ട്. അങ്ങനെ ജോബിറ്റ് നേരെ വലിഞ്ഞ് മുകളിലേക്ക് കയറിയതിന് ശേഷം പയ്യെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്കും തോന്നി കേട്ടോ, ഇത് വെറും സിമ്പിളാണ് എന്നാണ് ഞാനും തോന്നിയത്. അങ്ങനെ ജോബിറ്റ് കാണിച്ചതുപോലെ 2 വിരലും കയറിനിരക്കൂടിട്ട് കയറി. അപ്പം സിമ്പിളാണെന്നോർത്ത് ഞാനും പയ്യെ വലിഞ്ഞ് കയറി. പക്ഷെങ്കിൽ 3-ാമത്തെ സ്റ്റെപ്പ് തന്നെ വെച്ചപ്പോൾ ഒരു രക്ഷയില്ല, നടക്കില്ല. എനിക്ക് എനിക്ക് വണ്ണം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അടുത്ത റൈഡിലോട്ട് കയറാൻ വേണ്ടി നമ്മൾ നേരെ പയ്യെ താഴേക്ക് പോവുകയാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളമാണ്. വള്ളം തുഴയാനുള്ള പരിശ്രമത്തിലാണ് ജോബിറ്റും റോസുമോളും ഇമ്മാനുവലും. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് നമ്മളിനി വഞ്ചി തുഴയിലാണ് പോകുന്നത്. 3 ജോബിറ്റ് ഫ്രണ്ട് ഇരിക്കേ. പയ്യെ തുഴഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര അടി താഴ്ചയുണ്ട് മോനെ? 2.5 അടി. അപ്പൊ പേടിക്കണ്ട റോസമ്മോ. അന്ന് റോസ് നോക്ക്. കാരണം റൗണ്ട് അല്ലേ ജോനെ. റോസേ ഈ സൈഡ് മാത്രം ചെയ്താൽ മതി. ഇങ്ങോട്ട് തള്ളി വിടും ഇങ്ങോട്ട് വരാ. ചോദിച്ചാൽ അപ്പുറം തള്ള അപ്പുറം തള. ആ സൈഡ് തള. ആ സൈഡ് ഇങ്ങോട്ട് വെള്ളം വരും. ഇങ്ങോട്ട് തള്ള. അപ്പുറ സൈഡ് ഇപ്പൊ ജോറ്റപ്പുറം. പയ്യ മതിടാ, പയ്യ തീർത്തിയണ്ടാ. അപ്പൊ ഇത് ഒന്നും തുഴയണ്ട, അവിടെ ഇരിക്കട്ടെ, തുഴയണ്ട. ഇങ്ങോട്ട് ഇവിടെ തടാ. യോയോ പറഞ്ഞേക്കടാ. നിർത്തിക്കേ. അങ്ങനെ ഞങ്ങള് അടുത്ത റൈഡിലോട്ട് കയറാൻ പോവാണ്. അടുത്ത റൈഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതവിടെ ഒരു കാളവണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.
അതെന്താ സംഭവം ഒന്നും അത് പഴയതൊക്കെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയുള്ളതാണേ. ഇനി അടുത്ത് നമ്മൾ റോപ്പിലൂടെ സൈക്കിൾ ചവിട്ടാനാണ് പോകുന്നത്. ഈ സൈക്കിൾ ചവിട്ടാൻ നടത്താൻ പോകുന്നത് നമ്മുടെ ജോബിറ്റാണ്. അങ്ങനെ ജോബിറ്റ് കാലിൽ കൂടെയൊക്കെ ബെൽറ്റൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് വേണം സൈക്കിളിന് പുറത്ത് കയറാൻ. കാരണം അഥവാ പിടിവെട്ട നമ്മൾ താഴെ വിടാൻ പാടില്ല അല്ലേ എന്നമേ. അതുകൊണ്ട് ജോബിറ്റപ്പാപ്പി സൈക്കിളൊക്കെ നോർത്ത് ആ പെൺകുട്ടി ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോബിറ്റ് പയ്യതാ സൈക്കിളിലോട്ട് വലിഞ്ഞ് കയറുകയാണ്. അങ്ങനെ ആശാൻ ഇതാ പയ്യെ ചവിട്ടി തുടങ്ങുകയാണ്. ജോറ്റ വണ്ടി വിട്ടോ. 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ നമ്മുടെ ജോറ്റ് ഇതാ സൈക്കിൾ ചവിട്ടി പോകുന്നു. ആദ്യമായിട്ടാണ് വായുവിൽ കൂടി നമ്മുടെ ജോബിറ്റ് സൈക്കിൾ ചവിട്ടി പോകുന്നത്. എന്തായാലും നല്ല ഒരു അടിപൊളി റൈഡ് തന്നെയാണ്. ഞാൻ താഴെ കിടന്നുകൊണ്ടൊക്കെയാണ് വീഡിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അറ്റത്തെത്തി വീണ്ടും ഈ സൈക്കിള് അടുത്ത അറ്റത്ത് വീണ്ടും കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ ജോലി വീണ്ടും അവിടുന്ന് സൈക്കിൾ ചവിട്ടി ചെയ്താൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഞാൻ സൂമിങ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും താഴ്ച അനുഭവപ്പെടാത്തത്. ഒരു 10 അടി പൊക്കത്തിലാണ് സംഗതി പൊക്കോണ്ടിരിക്കുന്നത്. തണുപ്പായതുകൊണ്ടാണ് കൂട്ടുകാരെ, ഭയങ്കര ചുമയാണ്. ഇനി അടുത്ത റൈഡ് ഇതാണ്. നമ്മൾ കയറ് റോപ്പിൽ കൂടി നടന്നു പോകണം. ഏകദേശം ഒരു ത്രികോണം ആകൃതിയിലാണ് ഈ കയറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇമ്മാനുവൽ ഫസ്റ്റ് നടക്കുന്നു. അത് രണ്ടാമത് റോസു, അതിൻ്റെ പുറകിലൂടെ ജോബിറ്റും നടന്നു പോവുകയാണ്. അങ്ങനെ ഞാൻ ഇതും താഴെ കിടന്നുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ അറിയാം, ഹൈറ്റ് നല്ല ഹൈറ്റ് തന്നെയുണ്ട്. ഏകദേശം ഒരു 10 അടിക്ക് മുകളിൽ, 10 അടി മുകളിലായിട്ടാണ് ഇവർ സംഭവം റോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്മാനുവിലാണെങ്കിൽ ഫ്രണ്ടിൽ പോയിട്ട് മനപ്പുറം ആട്ടുന്നുണ്ട്. അങ്ങനെ അടിവെച്ച് 3 പേരും പയ്യ യോയോ ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇതും മുകളിൽ നമുക്ക് കാണുന്ന പോലെ ഒരു റോപ്പാണ്. നമ്മുടെ അരയിൽ നിന്നും 2 കാലിൻ്റെ സൈഡിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ലോക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാരണം എന്തെങ്കിലും പൊട്ടിയാൽ പോലും താഴെ വിടാൻ പാടില്ല. അവർ സേഫ് ആയിരിക്കണം. ആ സേഫ് ചെയ്ത് തന്നെയാണ് ആൾക്കാർക്ക് റൈഡിൽ കയറാനുള്ള സംഭവങ്ങളെല്ലാം അവർ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു സൈഡ് അവരെത്തി. വീണ്ടും ഇതുപോലെ തന്നെ നടന്ന് അപ്പുറേ സൈഡ് എത്തേണ്ടതുണ്ട്. അങ്ങനെ പൊക്കോ. അത് വീട്ടെ പൊക്കോ, നിങ്ങൾ വിട്ടോ. തിരിച്ചു
വേമ്പോ സൂപ്പറാണ്. പക്ഷെ കുറച്ച് പേടിയുണ്ടായിരുന്നു. അടിപൊളിയായത്. ഞാൻ ആദ്യം വിട്ടപ്പോ പേടിച്ചോട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി സിമ്പിളാണ്. പറ എങ്ങോട്ട് മാനോ? അതില്ലേ ഞാനിവിടുന്ന് തൈവിടാൻ ഉദ്ദേശിച്ചതാ. താഴെ വീഴുന്ന പേടി. അല്ല മറ്റേല് സാധനം വരുമ്പോ നമ്മളത് കേട്ടമോ? പോത്ത് കുത്തല്ലേ? വീഡിയോ എടുക്കണേ. ഞാൻ റോസിനെ ഓടുവാണേ.
അതാണ് ചീനെ ഓലയില ഇടാം കാലം നമുക്ക് ആവില്ല ഇവിടെ പോയി ഉള്ളെന്ന് ഞാൻ ഇരിക്കുന്നത് ഇതിനെ തിരിച്ചിറക്കാണ് അവിടെ കൈ കെട്ടിട്ടുണ്ടാ ഈ വീട് പുറകെ പോലെ പുറകെ നിൽക്കില്ലേ? ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നു. ഞങ്ങൾ തേക്കടി ബോട്ടിങ്ങിന് പോയി, ഇന്നലെ ഗവിക്ക് പോയി. ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന റോസ് പാർക്ക് അട്ടപ്പള്ളം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. എന്നാലും പ്രത്യേക അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ പക്ക ഒരു ഇതായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്നാ പറയുന്നത്, നമുക്കൊരു അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലല്ലേ ഇഷ്ടമുണ്ടായിരുന്നു. വീഡിയോ കാണുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ വിചാരിക്കുന്നുണ്ട് സൈക്ലിങ്ങും പിന്നെ മറ്റേ ആ റോപ്പേക്കോടുള്ള പോകുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഓടി റോപ്പേക്കോടെ പോകുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത സംഭവം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ഓണത്തിൻ്റെ പരിപാടികളെല്ലാം തീർന്നിട്ട് ഞങ്ങൾ ചേട്ടനും ചേച്ചിയും പിള്ളേരെല്ലാം നാളെ എറണാകുളം പോകുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും തകർക്കാൻ വേണ്ടി തന്നെയാണ് പുതിയ വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നമുക്ക് കൊച്ചിക്കാരാ പറഞ്ഞിട്ട് കൊച്ചിന് കിട്ടിയ സ്രാങ്ക് മറ്റേ സൈക്ലിംഗ് അങ്ങനെയുണ്ട്. അവൻ മറ്റേ ഇത് രണ്ടെണ്ണം കയറി എങ്ങനെയുണ്ട് മനു? അടിപൊളിയായിരുന്നു. ഹാപ്പി ഓണം. ഒരു ഹാപ്പി ഓണം. ഓക്കെ.